2024 ആഗസ്റ്റിലായിരുന്നു അമ്മമ്മ മരണപ്പെട്ടത്. 97-ാം വയസ്സിലായിരുന്നു ആ യാത്ര. നടന്നുകൊണ്ടിരിക്കുന്ന ജീവിതയാത്രയിൽ എന്നെ സ്വാധീനിച്ചവരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു അമ്മമ്മ. ഇവിടെ കഴിഞ്ഞു പോയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് അവരായിരുന്നു. അമ്മമ്മയുടെ 5 മക്കളിൽ ഇളയ മകളുടെ മൂത്ത പുത്രനായിരുന്നു ഞാൻ. മക്കളും അവരെ മക്കളൊക്കെ ആയിട്ട് ഒരു വലിയ കുടുംബ പരമ്പരയുടെ പ്രധാന കണ്ണി. ഇതായിരുന്നു ഞങ്ങളുടെ തറവാട് വീട്. ഒരു 18 വയസ്സ് വരെ ഞാൻ ഇവിടെയായിരുന്നു. ചെറുപ്പത്തിൽ വീട്ടിൽ വഴക്കൊക്കെയായി ഞങ്ങൾ കുട്ടികൾ ആര് മാറിയിരുന്നാലും ആദ്യം അന്വേഷിച്ചു വരുന്നത് അമ്മമ്മയായിരുന്നു. വാ മോനെ, പോട്ടടാ, നീ വല്ലതും കഴിക്കുന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ സമാധാനിപ്പിക്കാനുള്ള വരവാകും. ഈ പിണങ്ങിയിരിക്കുന്ന കുട്ടികളുടെ അനാവശ്യ ചിന്തകളെക്കുറിച്ചായിരുന്നു അമ്മമ്മയുടെ പേടി. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പിണക്കം മാറി വരുന്നത് വരെ അമ്മമ്മയുടെ ഒരു ശ്രദ്ധ ഞങ്ങളുടെ കുട്ടികളുടെ മേൽ എന്നും ഉണ്ടാവും. ഇടയ്ക്ക് പത്രങ്ങളിലൊക്കെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളുടെ പുറത്ത് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ കാണുമ്പോഴാണ് അമ്മമ്മയുടെ അന്നത്തെ ആ ഒരു ശ്രദ്ധയുടെ വില എത്രത്തോളമായിരുന്നെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. അമ്മയുടെ നാട് മാവിലായിരുന്നു. അവിടുന്ന് അവർ പിന്നീട് ചെങ്ങന്നൂരും അവിടുന്ന് മാനന്തേരിയിലേക്ക് മാറി. അവിടുന്നാണ് അമ്മമ്മേനെ അച്ചാച്ചൻ കല്യാണം കഴിച്ച് ഈ നാട്ടിലേക്ക് എത്തുന്നത്. അമ്മമ്മയുടെ പേര് കല്യാണി എന്നാണെങ്കിലും മാനന്തേരിക്കാർക്ക് ചിത്രക്കുട്ടിയായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്ഥിരമായി മാനന്തേരിയിൽ അമ്മമ്മയുടെ കൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു സമയം എന്നത് അവിടെ കാവിലെ തെയ്യത്തിന് മുന്നോടിയായി വീടുകളിൽ വാളെഴുന്നള്ളിച്ചു വരുന്നൊരു ചടങ്ങുണ്ട്. അതിൻ്റെ സമയമാകുമ്പോൾ അമ്മമ്മ എന്നെ കൂട്ടി അരീക്കരയുള്ള അമ്മമ്മയുടെ ഇളയ ആങ്ങളയായ ബാലമ്മോൻ്റെ വീട്ടിലേക്ക് പോകും. രാത്രി എൻ്റെ ഉറക്കത്തിൻ്റെ ഒരു സമയത്താവും ഈ ഒരു വാളെഴുന്നള്ളത്ത് അവിടെ എത്തുന്നത്. അന്നേരം അമ്മമ്മ എന്നെ വിളിച്ച് കാണിച്ചു തന്നുകൊണ്ട് അനുഗ്രഹം വാങ്ങാൻ നിർത്തിയിരുന്ന നിമിഷങ്ങളൊന്നും ജീവിതത്തിൽ എത്ര കാലം കഴിഞ്ഞാലും മറക്കാൻ കഴിയാത്ത ഓർമ്മകളാണ്. ഇതുപോലെ പറഞ്ഞു തീരാത്തത്ര ഓർമ്മകൾ സമ്മാനിച്ച് എൻ്റെ ബാല്യവും കൗമാരവും യൗവനവും സുന്ദരമാക്കി തന്നു പ്രിയ കല്യാണിക്കുട്ടി. ഈ ജന്മം വിളമ്പെത്തുന്ന സ്നേഹത്തിനും കാത്തിരുന്ന നിമിഷങ്ങൾക്കും പറഞ്ഞു തന്ന കഥകൾക്കും എല്ലാത്തിനും നന്ദി.